പെട്ടെന്ന് ഫോസ്ഫറസ് കണ്ടന്റ് വലിച്ചെടുക്കുന്ന പാകത്തിലേക്ക് എല്ലുപൊടിനെ മാറ്റുന്ന ഒരു രീതിയാണ്. 3 രൂപത്തിൽ പൊടിച്ചു വരുന്ന എല്ലുപൊടികൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ തിളപ്പിച്ച വെള്ളത്തിൽ എല്ലുപൊടി ഇട്ടിട്ട് ഒരു 5 മണിക്കൂർ വെച്ചിട്ടുള്ളതാണ്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതാണ് ചെടികളെ വളർച്ചയ്ക്കും അതുപോലെ വേരുകളെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും പൂക്കാനും കായ്ക്കാനും ഒക്കെ ഫോസ്ഫറസ് കണ്ടന്റ് ചെടികൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഒരു ജൈവ വളമാണ് എല്ലുപൊടി. അപ്പോൾ എല്ലുപൊടി നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ കണ്ടന്റ് ചെടികൾക്ക് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ 3 മാസം വരെ സമയമെടുക്കും. അപ്പോൾ നമ്മളെ പൂക്കാനും കായ്ക്കാനായിട്ടുള്ള ചെടികൾക്കൊക്കെ പെട്ടെന്ന് ഫോസ്ഫറസ് കണ്ടന്റ് വലിച്ചെടുക്കുന്ന പാകത്തിലേക്ക് എല്ലുപൊടിനെ മാറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൃഷി ചെയ്ത് ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവർക്കൊക്കെ ജസ്റ്റ് കണ്ടന്റ് മാത്രം കേട്ടാൽ മതിയാവും. പക്ഷേ കൃഷിയിലെ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ വിശദമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എല്ലുപൊടി മാർക്കറ്റിൽ 3 രൂപത്തിൽ പൊടിച്ചു വരുന്ന എല്ലുപൊടികൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഒന്ന് ഉണക്കി പൊടിച്ച രീതിയാണ്, രണ്ടാമത്തെ ആസിഡ് ഒഴിച്ചിട്ട് പൊടിച്ചെടുക്കുന്ന ഒരു രീതി, മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പുഴുങ്ങി പൊടിച്ചു വരുന്ന ഒരു രീതിയാണ്. അയച്ചാൽ നല്ല സ്റ്റീമിൽ പുഴുങ്ങി പൊടിച്ചു വരുന്ന ഒരു രീതി. മൂന്നാമത്തെ രീതിയായ പുഴുങ്ങി പൊടിച്ചു വരുന്ന രീതിയാണ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലത്. കാരണം അതിൽ 20% ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആസിഡിൽ പൊടിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ ചെടികൾ നശിച്ചു പോകാനൊക്കെ കാരണം കൂടുതലാണ്. കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന അളവ് ലേശം കൂടി പോയാലൊക്കെ വളരെ ദോഷകരമാവും. നമ്മളിപ്പോൾ എല്ലുപൊടിയൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഭാഗമായ ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 100 ഗ്രാമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചക്കറി തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 ഗ്രാം അതിൻ്റെ കുറവായിട്ടൊക്കെയാണ് നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ആസിഡിൽ പൊടിച്ചൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ചെടികൾക്ക് അത് ദോഷമാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ലേശം കൂടി പോലൊക്കെ ചെടികൾ കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ആവും. ഇനി ഉണക്കി പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ അതിൽ 18% ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചെടികൾക്ക് ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പുഴുങ്ങി പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബാക്ടീരിയകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെടികൾക്ക് എപ്പോഴും കൊടുക്കാൻ നല്ലത് പുഴുങ്ങി പൊടിച്ചിട്ടുള്ള എല്ലുപൊടിയാണ്. അപ്പോൾ നമ്മൾ പാക്കറ്റൊക്കെ ആണ് വാങ്ങുന്നതെന്നുണ്ട് അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്, നമ്മൾ നോക്കി വാങ്ങാം. സ്റ്റീമഡ് ആണെന്നുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അല്ലെ ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ആസിഡിൽ പൊടിച്ചാന്നുണ്ട് ആ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പാക്കറ്റ് വാങ്ങുന്നവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ചെടികൾ നടുന്ന ഒരു ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലുപൊടി പൊട്ടിമിക്സിന്റെ കൂടെ തന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 മാസം കൊണ്ടൊക്കെ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ നേരത്ത് നമ്മൾ പൂക്കാനും കായ്ക്കാനായിട്ടുള്ള ഒരു പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലുപൊടി മണ്ണിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കുമ്പോൾ ഒരു കാലതാമസം എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിൽ നമ്മൾ ഇടക്കാലത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലുപൊടി ഫോസ്ഫറസ് കണ്ടന്റ് ചെടികൾക്ക് ഒരു 3-4 ദിവസം കൊണ്ട് വലിച്ചെടുക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എല്ലുപൊടിനെ മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പിടി എല്ലുപൊടിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തത് കേട്ടോ. കാരണം പിടിൻ്റെ ഒരു കണക്കാണ്, നമുക്ക് ഏകദേശം പറച്ച ഒരു 50 ഗ്രാമിൻ്റെ മേലെ എന്ന് പറയാം. അപ്പോൾ നമ്മൾ നല്ല വെട്ടി തിളപ്പിച്ച വെള്ളം വെച്ചാൽ വെള്ളം നല്ല രീതിയിൽ വെട്ടി തെളിപ്പിച്ചിട്ട് അതിലേക്ക് ഈ ഒരു പിടി എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മളിത് ആറാൻ വേണ്ടി ഒരു 5 മണിക്കൂറെങ്കിലും മിനിമം വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ തിളപ്പിച്ച വെള്ളത്തിൽ എല്ലുപൊടി ഇട്ടിട്ട് ഒരു 5 മണിക്കൂർ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് വേണ്ടത് ഒരു പുളിച്ച കഞ്ഞിവെള്ളമാണ്. അയച്ചാൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്താൽ മതി. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒരു 1 ലിറ്ററിൻ്റെ അടുത്തായിട്ടൊക്കെ കഞ്ഞിവെള്ളം എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ ചണ്ടിയോട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ഈ ചണ്ടിയോട് തന്നെ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളെ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടല്ലോ. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് ഇപ്പോൾ 50 ഗ്രാമാണ് നമ്മൾ എല്ലുപൊടി ഇട്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുറച്ചായിട്ട് ഇതാ ഒരു ഇത്ര ആണ് ഞാനിപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടത്. കാരണം എല്ലുപൊടി ഒരു ഫുൾ പിടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് നല്ല ഇളക്കിയതിന് ശേഷം ഒരു 3 ദിവസം നമ്മളിതൊന്ന് മൂടി വെക്കാം. അപ്പം മൂടി വെച്ചിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം
നമ്മളിത് അരിച്ചെടുത്തിട്ട് അതിൽ 2 ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം അരിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ അരിച്ചെടുത്ത ചണ്ടി ഉണ്ടാവുമല്ലോ, ഈ അടിയിൽ കിടക്കുന്ന ഈ ചണ്ടി നമ്മൾ ചെടികളെ ചുവട്ടിലും ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താൽ ചെടികൾക്ക് 3-4 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് ഫോസ്ഫറസ് കണ്ടന്റ് ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല കേട്ടോ, നമ്മളൊരു 100 ഗ്രാമാണ് ഇപ്പം നമ്മളൊരു ചെടിക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതേ 100 ഗ്രാം ഇതേ രൂപത്തിൽ നമ്മൾ ലായനി ആയിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ആ ഒരു 100 ഗ്രാം കൊണ്ട് കേട്ടോ. ഇനി ഈ രീതി അല്ലാതെ നമ്മൾ സാധാ രൂപത്തിൽ തന്നെയാണ് എല്ലുപൊടി ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എല്ലുപൊടി നല്ല രീതിയിൽ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വെച്ചാൽ നേരെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത്, അതിൻ്റെ വിട്ടിലായിട്ട് നമ്മൾ മണ്ണിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് എല്ലുപൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ചെടികൾ നടുന്നൊരു ടൈമിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോട്ടി മിക്സിലൊക്കെ നല്ല രീതിയിൽ എല്ലുപൊടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇടക്കാലത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ലായനിയാക്കി സ്ലറി രൂപത്തിലാക്കിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്